കർത്താവിന്റെ ദാസനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. നമ്മളിതുവരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇനി ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനുള്ള കാര്യങ്ങൾ കർത്താവിന്റെ ദാസനിൽ കൂടെ നമ്മളോട് ആമേൻ ദൈവം സംസാരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നല്ല മനസ്സോടെ ദൈവസന്നിധിയിൽ ഒരു കർത്താവിന്റെ ദാസനെ സമയം കർത്താവിന്റെ ദാസന നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയുടെ ഭാഗമാകുവാൻ ഇന്ന് രാവിലെ എനിക്കൊരു അവസരം കർത്താവ് ഇങ്ങനെ ഒരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയ പാസ്റ്റർ ജോഷുവ ജോൺ അവർകൾ, ഈ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്ന ലോകരാജ്യങ്ങളുടെ റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയ പാസ്റ്റർ വർഗീസ് ബേബി അവർകൾ, അതോടൊപ്പം മീറ്റിംഗിലായിരിക്കുന്ന ദൈവദാസന്മാർ പ്രിയ ചാക്കോറിസ് പാസ്റ്റർ, ഫിലിപ്പ് ജോൺ പാസ്റ്റർ, MC തോമസ് അവർകൾ, പാസ്റ്റർ ജെയിംസ് വർഗീസ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും പാസ്റ്റർ മനോജ്, എല്ലാവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ വന്ദനം. നല്ലൊരു കൂട്ടായ്മ രാവിലെ കൂടാനായിട്ട് എനിക്കും കർത്താവ് അവസരം ഒരുക്കുന്നു. സൂം മീറ്റിംഗ് ഇപ്പം ഞാൻ ആണ്. അതിന്റെ കാരണം പലപ്പോഴും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാകാറുള്ളത് കൊണ്ട് അത് ഡിസ്കണക്ട് ആയിട്ടൊക്കെ പലപ്പോഴും പോയി. അപ്പൊ അതൊക്കെ ഒരു പ്രയാസമായതുകൊണ്ട് സൂം മീറ്റിംഗിൽ അധിക സമയം ഇപ്പൊ ഇല്ല. എന്നാൽ ഈ മീറ്റിംഗിൽ കൂടാനായിട്ടൊരു നിയോഗം കർത്താവ് തന്നു. അതുകൊണ്ട് ഒരുമിച്ച് അരിപ്പാൻ കർത്താവിലേക്ക് പാകത്തിന് സ്തോത്രം. 84-ാമത്തെ സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 84 അതിന്റെ 4-ാമത്തെ വാക്യം. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവാലയത്തെ കുറിച്ചുള്ള ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പറയാൻ ഇന്ന് ഞാൻ രാവിലെ കർത്താവിനെ ആഗ്രഹിക്കുന്നു. ആലയത്തിന്റെ മനോഹാരിതയും ആലയത്തിന്റെ ശ്രേഷ്ഠതയും ആലയത്തിൽ വസിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന അനുഗ്രഹങ്ങളും ഒക്കെ ആയിട്ട് ശാന്തമായിട്ട് ചില കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഇന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഒരു വലിയ തകർച്ച ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള ഒരു സമൂഹമാണ് കോരഹിന്റെ പുത്രന്മാർ. കോരഹിന്റെ പുത്രന്മാരുടെ പ്രത്യേകത, അവരുടെ പിതാവ് ഭൂമി വായു പിളർന്ന് വിഴുങ്ങുന്നത് കണ്ടിട്ടുള്ളവരാണ്. അപ്പന്റെ മരണം കണ്ടതിന് ശേഷം അവർ ദൈവത്തിൽ നിന്നും അകലാതെ ദൈവത്തോട് ചേർന്ന് പാർക്കുന്ന ഒരു ജനസമൂഹമാണ് കോരപുത്രന്മാർ. അവരെഴുതിയിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് 84-ാമത്തെ സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിൽ അവർ പറയുന്നത്, സിനിമ തിരുനിവാസം എത്ര മനോഹരം, തിരുനിവാസം എത്ര മനോഹരം. മനോഹരം എന്ന് പറയുക മാത്രമല്ല, എന്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ച് പോകുന്നു. യഹോവയുടെ ആലയത്തെ കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ വന്നപ്പോൾ അവര് ആ ആലയത്തെ കുറിച്ച് പറയുന്ന വേടുകൾ, നിന്റെ ആലയം എത്ര മനോഹരം. എന്താണ് ആലയത്തെ മനോഹരമാക്കുന്നത്? ബിൽഡിംഗ് അല്ല, അതിനകത്തുള്ള സംവിധാനങ്ങളല്ല. ആലയത്തെ മനോഹരമാക്കുന്നത് ദൈവസാന്നിധ്യമാണ്. ദൈവസാന്നിധ്യമില്ലാത്ത ആലയത്തിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര ഭംഗിയോടെ നാം കാര്യങ്ങൾ ചെയ്താലും ആലയത്തിന്റെ മനോഹാരിത ദൈവസാന്നിധ്യമാണ്. എന്റെ ഉള്ളം പ്രഹാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു പോകും. ചെല്ലാനോ അല്ലെങ്കിൽ ആ ദൈവ സാന്നിധ്യത്തിനകത്തോട്ടൊന്ന് പ്രവേശിപ്പാനോ ആഗ്രഹിച്ച് അവരുടെ വേടുകൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ കുറെ പുത്രന്മാർ എങ്ങനെയാണ് ഈ ആലയത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കാരണം എന്ന് ചിന്തിച്ചപ്പോൾ അവര് ആലയത്തിന്റെ കാവൽക്കാരാണ്. ഈ വാക്യങ്ങൾ ഞാൻ രാവിലെ വായിപ്പിക്കുന്നില്ല, എന്നാലും പറയാം. 1 ദിനവൃത്താന്ത പുസ്തകം 26-ന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവര് കൂടാരത്തിന്റെ കാവൽക്കാരാണ്. ഈ ആലയത്തെ കാവൽ കാക്കുന്നവരിൽ ഇവരുണ്ടായിരുന്നു. കുറച്ചുകൂടെ മുമ്പോട്ട് വന്ന് പഠിച്ചാൽ 6-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദിനവൃത്താന്ത പുസ്തകം ഒരു സംഗീത ശുശ്രൂഷയിൽ അവരുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. സംഗീത ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നവരായിരുന്നു. മാത്രമല്ല അവരിതിന്റെ കാവൽക്കാരുമായിരുന്നു. ഈ കൂടാരത്തിന്റെ വാതിൽ കാക്കുന്ന ആ അവസ്ഥയിൽ ഞാന് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞില്ല, ഇങ്ങനെ അകത്തോട്ട് നോക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ അകത്തോട്ട് നോക്കുമ്പോൾ അതിനകത്ത് കാണുന്ന പ്രസൻസ് അതിനകത്തോട്ട് അവരെ പോകാൻ പ്രേരിപ്പിക്കുന്നു. നിന്റെ പ്രകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം 1000 ദിവസത്തെ ഉത്തമം നമുക്ക് തല വായിക്കുമ്പോൾ അതിനകത്ത്
കാര്യങ്ങളെ വാഞ്ചിച്ച് മോഹിച്ചു. അപ്പൊ ദൈവാലയത്തിന്റെ ആ ശ്രേഷ്ഠതയും ആ ഒരു ഭംഗിയും ഇവരുടെ ഈ വാക്കുകളിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയുന്നു. 42-ാം സങ്കീർത്തനം അവർ എഴുതിയതാണ്, 42. അതിൽ അവർ പറയുന്നത്, ഒരു മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് എങ്ങനെയോ അങ്ങനെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കും. എങ്ങനെയാണോ ഒരു നീർത്തോടിലേക്ക് ഒരു മകൻ പോകാൻ വെമ്പൽ കൊള്ളുന്നത്, അതുപോലെ ഞാൻ നിന്റെ അടുക്കിലേക്ക് ചേരാൻ അങ്ങ് കാക്ഷിക്കും. എന്ന് 5-ാമത്തെ വാക്യമാണ് തോന്നുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലാനിടയാകും, എപ്പോൾ എനിക്ക് അതിനകത്തൊന്ന് കയറാനിടയാകും, ആത്മസാന്നിധ്യത്തിനകത്തോട്ട് എനിക്കൊന്ന് പ്രവേശിപ്പാനിടയാകും. അതാണ് 42-ൽ അവർ പറയുന്നു. 84-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് കുറച്ചുകൂടെ ഗൗരവമായ കാര്യം, മനോഹരം. അത് ഈ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലാൻ ഇടയാകും എന്ന് ആ ഭാരം വിട്ടേച്ച് ഇതിനകത്തുള്ള മനോഹാരിതയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്റെ ഉള്ളം പ്രകാരങ്ങളെ വാഞ്ചിച്ച് മോഹിച്ച് പോകുന്ന എന്റെ ഹൃദയം എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കും. എന്താണ് ആലയത്തിന്റെ പ്രത്യേകത? ആലയത്തിന്റെ പ്രത്യേകത എന്താണ്? ഞാൻ ഇന്നലെ എന്റെ ചർച്ചിൽ ചില കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോ, നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ ആലയം എന്ന് പറയുന്നത്. ഈ ആലയം എന്ന് പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഈ ബിൽഡിംഗ് ആണെന്ന് ചിന്തിക്കരുത്. അത് ഉൾപ്പെടും. എന്നിരുന്നാൽ പോലും അതിനകത്ത് വസിക്കുന്ന ഒരു പ്രസൻസ്, ദൈവ സാന്നിധ്യം. ആലയം ആയിരം വിഷയങ്ങൾക്ക് മറുപടി കണ്ട സ്ഥലം, ആകുലതകൾ വെച്ചൊഴിഞ്ഞ സ്ഥലം, നിരാശകൾ നമ്മെ വിട്ടകന്ന സ്ഥലം, പരാജയപ്പെടുമെന്ന് ചിന്തിച്ച സ്ഥലത്ത് നിന്നും ജയത്തിലേക്ക് നമ്മളെ മാറ്റിയ സ്ഥലം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ചെറിയ ചെറിയ സംവിധാനങ്ങളാണെങ്കിൽ പോലും അങ്ങോട്ട് വന്നൊന്നിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ഒരുപക്ഷെ ആ പ്രാർത്ഥനയുടെ എൻഡിങ് എന്ന് പറയുന്നത് ലൈഫിനെ ടേൺ ചെയ്യിപ്പിക്കുന്ന തലത്തിലേക്ക് മാറ്റുന്ന സ്ഥലം. സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കോടതികൾ കൈവിട്ട കേസുകൾ, ഡോക്ടേഴ്സ് കൈവിട്ട കേസുകൾ, ഹോസ്പിറ്റലുകൾ ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞ കേസുകൾ, കുടുംബങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട കേസുകൾ എല്ലാം മറുപടി പിടിച്ചെടുത്തത് ഈ കൊച്ചു കൂരയ്ക്കകത്തുനിന്ന രക്തത്താൽ ചെയ്യാം. ഇവിടെ ഇതിന് മറുപടി എല്ലാം ഉണ്ട്. ഇവിടെ ഇതിന് ആശ്വാസമുണ്ട്, ഇവിടെ ഇതിന് മറുപടി ഉണ്ട്, ഇവിടെ ഇതിനെല്ലാം സൊല്യൂഷൻ ഉണ്ട്. ഞാന് സ്തോത്രം പലപ്പോഴും ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യമാണ്, ഏത് കേസും ഏറ്റെടുക്കുന്ന സ്ഥലം. ഹോസ്പിറ്റലിൽ പോയാല് എല്ലാ ഡിപ്പാർട്ട്മെന്റും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സ് ഇല്ല. ഫിസിഷ്യനെ കണ്ടാൽ രോഗത്തിന്റെ നിലവാരം മനസ്സിലാക്കിയിട്ട് ഗൈഡ് ചെയ്യും. ഓർത്തോ അല്ലെ പീഡിയാട്രിക് അല്ലെങ്കിൽ ഗൈനോ, ഇങ്ങനെ അവര് ഗൈഡ് ചെയ്യും ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ട്. കാരണം അവർക്ക് പരിമിതികളുണ്ട്. എന്നാൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൈകാര്യം ചെയ്യുന്ന എല്ലാ കേസും എടുക്കുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ ആലയം. മനസ്സിലാക്കുന്നവർക്ക് കർത്താവിന് സ്തോത്രം. ഇവിടെ കൊലകുത്തവർ പറയുന്ന ഈ ആലയത്തെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നെ ചിന്തിപ്പിച്ചത്. ഞാൻ ആലയത്തെ കുറിച്ച് മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ സന്തോഷവും അതിന്റെ അനുഗ്രഹമൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ശാന്തമായിട്ട്. ഇവിടെ എനിക്ക് എന്നെ സന്തോഷിപ്പിച്ചൊരു കാര്യം, 3-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യമുണ്ട്, കുഴിയിൽ ഒരു വീട്, ഈവൽ പക്ഷിയുടെ കുഞ്ഞുങ്ങൾക്കൊരു കൂട്. ഇതൊക്കെ നമ്മൾ 84-ാം സംഘത്തിന് സ്ഥിരമായി വായിക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ വലിയ ആശ്ചര്യം തോന്നാറില്ല. പക്ഷെ എന്നെ കഴിഞ്ഞ ദിവസം വളരെ സ്പർശിച്ചു. കുരിയിൽ ഒരു കാശിന് 2 കുരിയിലെ കൊടുക്കുന്നില്ലേ, ഒരു കാശിന് 2 കുരിയിൽ. അപ്പൊ ഇതിനത്ര പ്രാധാന്യമുള്ളൊന്നുമല്ല, ഒത്തിരി വാല്യൂ അല്ല. അപ്പോ സമൂഹത്തിൽ ഒത്തിരി പ്രാധാന്യമില്ലാത്തവയ്ക്കും ആലയത്തിൽ സ്പേസ് ഉണ്ട്. സ്തോത്രം. സമൂഹത്തിനകത്ത് വാല്യൂ ഇല്ലാത്ത ധാരാളം പേര് നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ നമ്മളിങ്ങനെ ഉണ്ടല്ലോ, ചർച്ചിലെ 50 കുടുംബം ഉണ്ടെങ്കിൽ 50 കുടുംബത്തിൽ നമ്മളൊരു വാല്യൂ കൽപ്പിക്കും. ഇത് പറയത്തില്ലെങ്കിൽ നമ്മളൊരു വാല്യൂ കൽപ്പിക്കും. ഓരോരുത്തരുടെ ഫാമിലി സ്റ്റാറ്റസ്, ചർച്ച തുടങ്ങിയവരെങ്ങനെയായിരുന്നു, അതിനുശേഷം വന്നവരെങ്ങനെ ഉണ്ട്, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ സ്റ്റാറ്റസ് എങ്ങനെ, അമേരിക്കയിൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ കാനഡയിൽ എത്ര പേരുണ്ട്, ഗൾഫിൽ അങ്ങനെയൊക്കെ ഉണ്ട്, നാട്ടിൽ തന്നെ താമസിക്കുന്ന എത്ര പേരുണ്ട്, പശുവിനെ വളർത്തി ജീവിക്കുന്ന എത്ര പേരുണ്ട്, പാത്രം കഴുകാൻ പോയി ജീവിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട്. നമ്മളിങ്ങനെ വന്ന് നോക്കുമ്പോ നമ്മളതിന്റെ കുടുംബങ്ങൾക്ക് നമ്മളൊരു റേഞ്ച് വെക്കും, ഒരു ലെവല് വെക്കും. ഇതൊന്നും ഈ പറഞ്ഞ പോലെ പബ്ലിക്കിൽ പറയത്തില്ലെങ്കിലും ചില വീടുകളിൽ വിസിറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ. എന്നാൽ ചില വീട്ടിൽ നമ്മൾ ആഴ്ച പോയില്ല, പ്രശ്നമല്ലേ. അപ്പൊ ആ പോകുന്നതിന്റെ കാരണവും പോകാത്തതിന്റെ കാരണവും നമ്മൾ ആ വെച്ചേക്കുന്ന വാല്യൂ അനുസരിച്ച്. എന്നാൽ ആലയത്തിന്റെ അകത്ത് അങ്ങനെയല്ല.
ആലയത്തിനകത്ത് ആര് വന്നാലും അവർക്കെല്ലാം സ്പേസ് ഉണ്ട്. ആര് വന്നാലും അവർക്ക് സ്പേസ് ഉണ്ട്. കുരിയിൽ ഒരു വീട്, കുരിയിൽ ഒരു കാശിന് 2 കുരിയിലെ കൊടുക്കുന്നില്ലയോ? വളരെ സമൂഹത്തിൽ വില കുറഞ്ഞവയായിട്ടും എടുത്തു പറയാൻ ഒരു പ്രത്യേകത ഇല്ലെങ്കിലും, എടുത്തു പറയാനായിട്ട് ഒരു പ്രാധാന്യമില്ലെങ്കിലും അവർക്കും ഇതിനകത്തൊരു സ്പേസ് ഉണ്ട്. ഇതിനകത്ത് വന്ന് മുട്ടുമടക്കാൻ, ഇതിനകത്ത് വന്നിരിക്കാൻ അവർക്കൊരു സ്പേസ് ഉണ്ട്. അവർക്കും ഒരു കരുതൽ കർത്താവിന്റെ പക്കലുണ്ട്. പണ്ഡിതനെന്നോ, പണ്ടാരാണ്ട് പറഞ്ഞു, പണ്ഡിതനെന്നോ പാമരനെന്നോ പണക്കാരനെന്നോ കുബേരനെന്നോ കുചേരനെന്നോ ഇതൊന്നും ഇതിനകത്ത് വിഷയമല്ല. ഇതിനകത്തുണ്ട് ഈ എൻട്രൻസ് കിടന്നകത്തോട്ട് കയറി വന്നാൽ പിന്നെ ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ആര് കയറി വന്നാലും അവർക്കൊക്കെ സ്പേസ്, അവർക്കൊക്കെ സ്വാധീനമുള്ള, അവർക്കൊക്കെ ഇരിക്കാൻ കഴിയുന്ന, അവർക്കൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന, അവരുടെ എല്ലാം പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്ന, അവരുടെ എല്ലാം കണ്ണുനീരിന് തുല്യ വാല്യൂ. സ്തോത്രം. കുഞ്ഞച്ചാന്റെയും കുട്ടച്ചാന്റെയും ഒക്കെ കണ്ണുനീരിന് പ്രാധാന്യമുള്ളത് പോലെ തന്നെ ശങ്കരന്റെയും ഗോപാലന്റെയും ഒക്കെ കണ്ണുനീരിന് പ്രാധാന്യം കിട്ടുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ ആലയം. മനസ്സിലാക്കുന്നവർക്ക് കർത്താവിനെ ഇന്ന് പകൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ എന്നിട്ട് പറയാണ്, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആലയം ആശ്വാസ കേന്ദ്രമാണ്. ആലയം അനുഗ്രഹത്തിന്റെ സ്ഥലമാണ്. ആലയം സമാധാനത്തിന്റെ സ്ഥലമാണ്. ആലയത്തിൽ ഇപ്പൊ ആൾക്കാർ കുറയുന്ന ഒരു കാലഘട്ടമാണെന്ന് ലോക്കൽ സഭാ ശുശ്രൂഷന്മാരോടൊക്കെ ചോദിച്ചാൽ അറിയാം. പിക്നിക്കിനെ സത്യം പറഞ്ഞാല് എപ്പോഴും ആൾക്കാർ തിരക്കാൻ, നമ്മൾ പലരും അവോയ്ഡ് ചെയ്യുവാണ് പിക്നിക്കിന്. പക്ഷെ സഭായോഗത്തിന് ആൾക്കാർ വരാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരി സ്ട്രെയിൻ ചെയ്യാൻ, ആലയത്തിലിട്ട് വരാൻ, കൂടി വരാൻ. സ്തോത്രം. എന്നാൽ സങ്കീർത്തനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നിന്റെ ആലയത്തിലേക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അനുഭവം ഉള്ളവർക്ക് ഇതൊരു ഭാരമല്ല, പിന്നെ അനുഭവമുള്ളവർ ഓടിക്കൂടി വരുന്നൊരു സ്ഥലമാണ്. സ്തോത്രം. ഞാൻ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ആലയത്തിനകത്ത് ചെന്നൊന്ന് കമന്ന് കിടക്കാൻ, ആലയത്തിന്റെ അകത്ത് ചെന്നൊന്ന് മുട്ടയിൽ നിൽക്കാൻ, ആലയത്തിന്റെ അകത്ത് ചെന്നൊന്ന് കൈ പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ, കരമുയർത്തി ഒന്ന് പ്രാർത്ഥിക്കാൻ. അന്തരീക്ഷങ്ങൾ മാറും. നമ്മുടെ അന്തരീക്ഷം മാറും, നമ്മുടെ പരാജയം മാറും, നമ്മുടെ അലട്ടുന്ന ഭാരങ്ങൾ മാറും, അലട്ടുന്ന വേദനകൾ മാറും. സ്തോത്രം, സ്തോത്രം. ഇതൊരു സുന്ദരമായ ദൈവികമായ രൂപാന്തരം സംഭവിക്കുന്ന, മാറ്റങ്ങൾ സംഭവിക്കുന്ന ശ്രേഷ്ഠമായ ഒരു സ്ഥലമാണ് ആലയം. ഒരു പരാജയത്തിന്റെ വക്കിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഒരു ഗ്രൂപ്പാണ് കോരകുത്ത്. അവർ പറയുന്നത്, നിന്റെ പ്രകാരങ്ങളിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ. ആലയത്തിനകത്ത് പ്രവേശിക്കാൻ അവർക്ക് അർഹത ഉണ്ടായിരുന്നില്ല, മീൻസ് അവർക്ക് അതിന് സാധ്യത ഉണ്ടായിരുന്നില്ല. പ്രകാരം കൊണ്ട് തൃപ്തിപ്പെടുകയോ അല്ലെങ്കിൽ ദൂരമേ നിന്ന് കാണുകയോ ചെയ്ത് മാത്രം തൃപ്തി അടയേണ്ട സ്ഥാനത്താണ് അവർ പറയുന്നത്, അവിടെ കഴിക്കുന്ന 1 ഡേ, ഒരു ദിവസം 1000 ദിവസത്തേക്കാൾ ഞങ്ങൾക്ക് ഉത്തമമല്ലോ, മറ്റ് 3 വർഷത്തേക്കാൾ ഞങ്ങൾക്ക് ഉത്തമമാണ് ഈ ഏക ദിവസം. അപ്പൊ എന്തായിരിക്കും അതിന്റെയൊക്കെ പ്രത്യേകത? എന്തായിരിക്കും അവിടെ നമുക്ക് ലഭ്യമാകുന്നത്? സ്തോത്രം, സ്തോത്രം. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ തന്നെ ഒരുപക്ഷെ ഒരു സൂം മീറ്റിംഗ് കൂടുന്ന തലത്തിലായിരിക്കും നാം നിൽക്കുന്നതെങ്കിലും നമ്മൾ അറിയാതെ ഈ മീറ്റിംഗിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനമുണ്ട്. സ്തോത്രം. നിങ്ങളത് എത്രയും മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ വിവിധ ടൈം സോണിൽ, വിവിധ രാജ്യങ്ങളിൽ കിലോമീറ്ററുകൾ, മൈലുകൾ വ്യത്യാസത്തിലൊക്കെ ഇരിക്കുന്നു പറഞ്ഞാലും ഇതിനകത്തൂടെ കണക്ട് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, നമ്മുടെ മേൽ നമ്മൾ അറിയാതെ തന്നെ ഈ പകരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. അമേരിക്കയിൽ ഇരിക്കുന്നവരുടെ മേൽ, കാനഡയിൽ ഇരിക്കുന്നവരുടെ മേൽ, ഇന്ത്യയിൽ ഇരിക്കുന്നവരുടെ മേൽ, ലോകത്തിൽ ഏത് രാജ്യത്തിരിക്കുന്നവരുടെ മേലാന്ന് പറഞ്ഞാലും ഒരുപക്ഷെ നമ്മുടെ റൂമിനകത്ത് നാം ഇരിക്കുന്നതെങ്കിലും നാം അറിയാത്തൊരു ദൈവ സാന്നിധ്യവും ഒരു നിറവും നമ്മളകത്ത് പകരും. അതാണ് ഇതിന്റെയൊക്കെ പ്രത്യേകത. സ്തോത്രം, സ്തോത്രം. ചുമ്മാ ഒരു മീറ്റിംഗ് ചെയ്തിട്ട് പോകത്തില്ല നമ്മൾ. ഇത് ഡെഡ് ടൈം ആണെന്ന് പറഞ്ഞ് പോകത്തില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ 1.5 മണിക്കൂറിൽ നാം അറിയാത്തത് എന്തൊക്കെയോ നമ്മുടെ അകത്ത് പകരപ്പെടും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ഇരിക്കുന്ന സമയങ്ങൾ മറ്റ് 1000 ദിവസത്തേക്കാൾ ഉത്തമമല്ലോ എന്ന് അവർ പറയുമ്പോൾ അവർക്കറിയാം അവിടെ ഇരുന്നാലും ലഭ്യമാകുന്നത് അസാധാരണമായ ദൈവപ്രവൃത്തിയുടെ കരങ്ങളാണ്. ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാണ് കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ഞാൻ വേഗത്തിൽ നിങ്ങളൊരു ഭാഗമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒരു തകർച്ചയിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഒരു സ്ത്രീയാണ് രൂത്ത്. നിങ്ങൾക്കറിയാം, ഒരു പരാജയം കണ്ട് അവിടുന്ന് വന്ന ആളാണ്, അവിടുന്ന് വന്ന ഗ്രൂപ്പാണ് ഈ കോരകുത്തുന്നത്. അവർക്ക് ആശ്വാസമായത് ആലയമാണ്. അതുപോലെ ഒരു പരാജയത്തിന്റെ കുഴിയിൽ നിന്നും
ഓൾഡ് ടെസ്റ്റ്മെന്റിൽ രൂത്ത് എന്ന് പറയുന്നു. ആ രൂത്തിന്റെ ലൈഫിനെ ടേൺ ചെയ്യിപ്പിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബോവസ് എന്ന് പറയുന്ന മനുഷ്യന്റെ വയൽ അത് ഈ സഭയ്ക്ക് സമയമായി ആലയവുമായി ഒന്ന് കണക്ട് ചെയ്യാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. അത് കുറച്ചുകൂടി ഗൗരവമായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ആ വയൽ സ്തോത്രം അവിടെ അതിന്റെ വായിക്കുന്നത് ഞാൻ പറയാം. രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ രണ്ടാമത്തെ ഈ വയലിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അത് വേഗത്തിൽ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിന്റെ കുടുംബക്കാരനായ ബോവസിന്റെ വയലിൽ ആണ് ചെന്നെത്തിയത്. അപ്പൊ വയലിന്റെ സഭയുടെ ഒന്നാമത്തെ പ്രത്യേകത ഇതിനൊരു ഉടമസ്ഥനുണ്ടെന്നുള്ളതാണ്. എന്റെ കേൾക്കും നിങ്ങൾ, ഒരു ഉടമസ്ഥനുണ്ട്. ആലയം, വയൽ എന്ന് പറയുമ്പോൾ, സഭ എന്ന് പറയുമ്പോൾ അതിനെ എപ്പോഴും ഓർക്കണം, ഒരു ഉടമസ്ഥനുണ്ട്. ബോവസിന്റെ വയലിലായിരുന്നു ഉടമസ്ഥനുള്ള സ്ഥലം. സ്തോത്രം. ആമേൻ, ആമേൻ. പ്രത്യക്ഷമായി ഒരുപക്ഷെ അവിടെ ആരെയും കാണാനില്ലെങ്കിലും, പ്രത്യക്ഷമായിട്ട് ആളവിടെ ഇല്ലെങ്കിലും നമുക്കറിയാം, 2-3 പേർ കൂടുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ട്. സ്തോത്രം. ഞാൻ എന്റെ സഭ പണിയും. ഞാൻ പണിയുന്ന എന്റെ സഭയെ പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇത് മറ്റൊരാളിന്റെ അല്ല, എന്റെയാണ്. സ്തോത്രം. ഉടമസ്ഥനുള്ളതാണ് ദൈവത്തിന്റെ ആലയം. ഉടമസ്ഥനുണ്ട്, അവകാശിയുണ്ട്. ഏമൻ, ഏമൻ. സ്തോത്രം. അതിന്റെ മേൽവിചാരകൻ അല്ലെങ്കിൽ സ്തോത്രം ഇതിന്റെ സ്വന്തക്കാരൻ ഉണ്ട് ഈ വയലിനകത്ത്. സ്തോത്രം. മനസ്സിലാകുന്നവർക്ക് കർത്താവിന് ഇന്ന് മകൾ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ അതിന് രണ്ടാമത്തെ ഒരു ചിന്തയോട് ഞാൻ പറയാം. അതിന്റെ 9ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവർ കൊയ്യുന്ന നിലത്തിന്മേൽ ദൃഷ്ടി വെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. ബാല്യക്കാരെന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് കൽപ്പിച്ചു എന്ന് ബോവസ് പറയുന്നുണ്ട്. അപ്പോ ഈ വയലിന്റെ രണ്ടാമത്തെ പ്രത്യേകത ഒന്ന് ഉടമസ്ഥരുണ്ടെന്ന് മാത്രമല്ല, ഇതിലൊരു അധികാരി ഉണ്ടെന്ന് മാത്രമല്ല, ആ അധികാരി അറിയാതെ ഒരു കാര്യം സംഭവിക്കത്തില്ലെന്ന് മാത്രമല്ല, ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇത് സുരക്ഷിതത്വമുള്ള വയലാണ്. സുരക്ഷിതത്വം മീൻസ് നിന്നെ പരിപാലിക്കുന്ന, നിന്നെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലം കൂടാണ്. എന്ന് പറഞ്ഞാൽ ബാല്യക്കാർ നിന്നെ തൊട്ടുപോകരുത് എന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ശത്രുവും നിന്നെ തൊടാൻ അനുവദിക്കാതെ നിന്നെ പരിപാലിക്കുന്ന സ്ഥലമാണ് ദൈവത്തിന്റെ ആലയം എന്ന് ഇന്ന് രാവിലെ തിരിച്ചറിയുന്നവർക്കായി കർത്താവ് ഒരു സ്തോത്രം ചെയ്തു. സ്തോത്രം, സ്തോത്രം. ഏത് പ്രതിസന്ധികൾ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞു വന്നാലും, ഏത് വിഷയങ്ങൾ നിന്നെ ഇടിച്ചു കളയുമെന്ന് പറഞ്ഞു വന്നാലും, ഇല്ല, തൊട്ടുപോകരുതെന്ന് പറയാൻ അധികാരമുള്ളവനാണ് നിന്റെ സ്വന്തക്കാരൻ. വിശ്വസിക്കുന്നത് ഈ മക്കൾക്കായിട്ട് ഇന്ന് പകൽ കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ഈ വാദത്തിൽ ഈ വിശ്വസിക്കൂ, ഈ മെസ്സേജ് നിങ്ങൾ ഏറ്റെടുക്കൂ. ഇവൻ എത്തി നിൽക്കുന്നത് സുരക്ഷിതത്വമുള്ള വയലിലാണ്, സംരക്ഷണമുള്ള വയലിലാണ്. എല്ലാവരും വന്ന് കയറി മാന്തിയിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമല്ല. നീ അവനെ ദൃഷ്ടി വെച്ചോ എന്ന് ചോദിച്ചപ്പോൾ സാത്താൻ പറയുന്ന മറുപടി ഉണ്ട്, ഇല്ല, നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ട് എന്റെ ദൃഷ്ടി പതിഞ്ഞിട്ടില്ല. ഇല്ല, സാത്താന്റെ ദൃഷ്ടി പതിയാൻ കഴിയാത്തതുപോലെ വേലി കെട്ടി സൂക്ഷിക്കുന്ന സംരക്ഷണമുള്ള വയലാണ്. ഇനി ആരും പോക്കുവരത്ത് ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് ചുറ്റും ഒരു പട്ടാളമായി കാവൽ നിൽക്കും എന്ന് പറഞ്ഞിട്ടുള്ള വയലാണ്. വിശ്വസിക്കുന്നവർക്കായി കർത്താവ് സ്തോത്രം. ഞാൻ പണിയുന്ന എന്റെ സഭയെ പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ലെന്ന് പറഞ്ഞ് പാതാള ഗോപുരങ്ങൾ ചുറ്റും നിൽക്കുന്ന കോട്ടയ്ക്കകത്ത് സഭ സ്ഥാപിച്ചയാളാണ്. മനസ്സിലാക്കുന്നവർക്കായി കർത്താവിന് ഇന്ന് പകൽ സ്തോത്രം ചെയ്യുന്നു. ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരുത്തൻ ഏത് പട്ടണത്തിൽ പാർത്താലും ആ പട്ടണത്തിൽ അധികാരിയായിട്ട് അവൻ മാറും. ഞാൻ ഈ യോസഫിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചപ്പോൾ പ്രാർത്ഥനാ സഹായികൾ ഒറ്റ ഒരു മനുഷ്യൻ അയാൾക്ക് കൂടെ ഉണ്ടായിരുന്നില്ല. മിസ്രൈമിൽ അന്യാരാധനയുടെ കോട്ടയ്ക്കകത്ത് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തവന്റെ പേര് യോസഫ്. പ്രാർത്ഥന കൂട്ടായ്മ ഉണ്ടായിട്ടല്ല, ആരുടെയും സഹായം ഉണ്ടായിട്ടില്ല, പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ കൂടെ ഉള്ളത് കൊണ്ടല്ല, ഏകനാണെങ്കിലും അന്യാരാധനയുടെ വേലിക്കെട്ടിന്റെ അകത്ത് കയറി അവിടുത്തെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തവന്റെ പേരാണ് യോസഫ്. എന്ന് പറഞ്ഞാൽ ഏത് കോട്ടയ്ക്കകത്ത് പോയാലും നിന്നെ തൊടാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. കാരണം ഇതൊരു സംരക്ഷണത്തിന്റെ വയലാണ്. നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഇരിക്കുന്ന സ്ഥലമെന്നും ഞാൻ അറിയുന്നു. സ്വന്തം
സ്തോത്രം. ആ പ്രതിസന്ധിയുടെ കാലത്തും എന്റെ ദാസനായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്ങനെയുള്ള വിശ്വാസം ഉപേക്ഷിച്ചിട്ടില്ല, ഭക്തി ഉപേക്ഷിച്ചിട്ടില്ല. ഇന്ന് രാവിലെ ഈ ദൂത് ഞാൻ കൈമാറാം. എത്തി നിൽക്കുന്ന ആലയത്തിന്റെ പ്രത്യേകത ഇത് കുത്തഴിഞ്ഞൊരു പുസ്തകമല്ല, ഇത് സംരക്ഷണമുള്ള ഒരു വയലാണ്. നിന്നെ സംരക്ഷിക്കാൻ, നിന്റെ തലമുറയായിരിക്കുന്ന മേഖലയിൽ, നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിന്നെ സൂക്ഷിപ്പാൻ കരുത്തുള്ള ഒരു ആലയത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്, വിശ്വസിക്കുന്നത്. യുവക്കൾക്കാണ് ഇന്ന് പകൽ ഇന്ന് രാവിലെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്ന്, ഇത് ഉടമസ്ഥനുണ്ട്. രണ്ട്, ഇത് സംരക്ഷണം നൽകുന്നതാണ് ദൈവത്തിന്റെ സഭ. മൂന്നാമത്തെ പ്രത്യേകത 2:8 വാക്യം ബോവസ് രൂത്തിനോട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടോ മകളെ. മൂന്നാമത്തെ പ്രത്യേകത, ഈ ആലയത്തിന്റെ പ്രത്യേകത സമൃദ്ധി ഉള്ള ഒരു സ്ഥലമാണ്. സമൃദ്ധി. യവനെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ലാതെ സമ്പന്നനാണ് എന്ന് പറഞ്ഞാൽ ആര് ചോദിച്ചാലും കൊടുക്കാനുള്ളത് ഉലകത്തിൽ ആർക്കാനുള്ളത്. സ്തോത്രം. ഞാന് എല്ലാവർക്കും കഴിഞ്ഞ 12 വർഷമായിട്ട് ഈ സ്കൂൾ കിറ്റ് കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചുള്ള നാളായതുകൊണ്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. എന്റെ മോക്കൊരെണ്ണം എടുത്ത കൂട്ടത്തില് LKG പഠിക്കുമ്പോ ഒരു സ്കൂൾ ബാഗ് എടുത്ത കൂട്ടത്തില് 100 കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് കർത്താവിനെ സഹായിച്ചു. അത് ഈ കഴിഞ്ഞ 3-4 വർഷമായിട്ട് 200 പേർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കൊടുക്കുമ്പോ ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്. അപേക്ഷ മേടിക്കുമ്പോ താഴെ കൊടുത്തിരിക്കും, നോക്കിയിട്ട് അർഹത ഉള്ളവർക്ക് കൊടുക്കും. ലഭ്യമാകുന്ന അപേക്ഷകൾക്ക് മൊത്തം കൊടുക്കാനുള്ള സമ്പത്ത് ഇല്ല. ഗുഡ് ന്യൂസുകാരെ വീട്ടിൽ വെച്ച് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ചർച്ചുകാരൊക്കെ സാമ്പത്തികമായി ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ അവരൊക്കെ അവസാനം കൊണ്ടു നിർത്തുന്ന ഒരു ക്ലോസ് എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്ന 5 പേർക്ക്, അല്ലെങ്കിൽ കമ്മിറ്റി തീരുമാനിക്കുന്ന 10 പേർക്ക്. ലഭ്യമാകുന്ന അപേക്ഷകൾക്ക് മൊത്തം കൊടുക്കാനായിട്ട് തുടങ്ങിയാൽ, അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഗവൺമെന്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഗവൺമെന്റ് പോലും വീടുകൾ വെച്ച് കൊടുക്കുന്നത് സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ്. എന്നോട് നിങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ വിശുദ്ധ ബൈബിൾ ഇങ്ങനെ വായിക്കുന്നത്, യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ലാതെ തന്നോട് ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കാൻ എന്റെ ദൈവം സമ്പന്നനാണ്. ഏത് ഉന്നതമായ കാര്യം ആവശ്യപ്പെട്ടാലും, ഏത് ചെറിയ കാര്യം ആവശ്യപ്പെട്ടാലും, അതിന്റെ പിന്നിലെ ഇന്റൻഷൻ കൃത്യമാണെങ്കിൽ, കാര്യങ്ങൾ കൃത്യമാണെങ്കിൽ അത് തരാൻ കരുത്തുള്ളവനാണ് എന്റെ ദൈവം. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഇന്ന് രാവിലെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആലയത്തിന്റെ പ്രത്യേകത, ഇത് സമൃദ്ധിയുടെ സ്ഥലമാണ്. നീ വേറൊരു വയലിൽ പോകണ്ട, ഇവിടെ പിറക്ക്. നിനക്ക് എന്താ വേണ്ടത്? നിന്റെ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തുതിക്കുകയാണ്. മൂന്നാമത്തെ പ്രത്യേകതയായിട്ട് പറയുന്നത്, നോക്കട്ടോ, നമ്മളെ പെറുക്കാനായിട്ട് മറ്റൊരു വയലിൽ പോകണ്ട, ഇവിടെ വിടുകയും വേണ്ട. ഇവിടെ ഉണ്ട്. നിന്റെ ആവശ്യം എന്താ? നിന്റെ വിഷയം എന്താണ്? നിന്റെ നീഡ് എന്താണ്? എന്താണെങ്കിൽ അത് സൊല്യൂഷൻ, അതിന് പരിഹാരം തരാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ ആലയം. വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. 65-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിന്റെ ആലയത്തിലെ നന്മ കൊണ്ട് ഞങ്ങൾ തൃപ്തന്മാരാകും. നീ തൃപ്തി പ്രാപിക്കാനുള്ള നന്മ ഇതിനകത്തുണ്ട്, ആലയത്തിന്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ആലയത്തെ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങോട്ട് ഞാൻ എപ്പോ ചെല്ലാനിടയാകും. നീർത്തോളിലേക്ക് ചെല്ലാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ഉള്ളം ദാഹിക്കുന്നു. 122-ൽ പറയുന്നു, യഹോവയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു. കാരണം അത്ഭുതത്തിന്റെ വിളനിലമാണത്. ഹല്ലേലൂയ. അതിശയത്തിന്റെ വിളനിലമാണ് ആലയം. ഒരു ഭംഗിവാക്കിൽ ഞാൻ പറയുകയല്ല, ഇതിനകത്ത് ലഭ്യമാകുന്ന വിശ്വാസവും ഇതിനകത്ത് ലഭ്യമാകുന്ന അനുഗ്രഹവും മറ്റൊരു സ്ഥലത്തും കിട്ടുന്നവയല്ല. ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, ഉത്സാഹിപ്പിക്കുന്നു. ആലയത്തിന്റെ അകത്ത് ചെന്ന് ദൈവത്തോട് ചേർന്ന് വസിക്കാൻ ലഭ്യമാകുന്ന അവസരങ്ങൾ ഫ്രൂട്ട്ഫുൾ ആക്കാൻ, യൂസ്ഫുൾ ആക്കാൻ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. അപ്പൊ മൂന്നാമത്തെ ബ്ലെസ്സിങ്, ഇത് സമൃദ്ധിയുള്ള സ്ഥലമാണ്. ഒന്നിനും കുറവില്ല, എല്ലാം ഇവിടെ ഉണ്ട്. 5 രൂപ വേണ്ടവന് ഞാൻ മെറ്റീരിയൽ പറയാൻ നിങ്ങൾ ചിന്തിക്കരുത്. സാധാരണഗതിയിൽ ഭൂമിയിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ നിത്യതയുമായി ബന്ധപ്പെടുന്ന മെസ്സേജുകൾ പറയുന്ന
എങ്കിൽ പോലും നാം ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ വിവിധ തരത്തിൽ ക്ലേശം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ആ ക്ലേശം അനുഭവിക്കുന്ന ആൾക്കാർക്കുള്ള സൊല്യൂഷൻ ഇതിനകത്തുണ്ട്. അതാണ് ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു വരുന്നത്. ആലയം അത്ര സുന്ദരവും അത്ര ശ്രേഷ്ഠവുമാണ്. ഇനി നാലാമത്തെ കാര്യം വായിക്കുമ്പോൾ അതിന്റെ നാലാമത്തെ കാര്യം വായിക്കുമ്പോൾ അതിന്റെ 6ാമത്തെ വാക്യമാണ്. കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യൻ എന്ന് പറഞ്ഞാൽ ഇതിനൊരു മേലധികാരിയുണ്ട്. ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ കൺട്രോൾ എന്ന് പറയാൻ പറ്റില്ല, കാര്യങ്ങൾ സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ഒരു മനുഷ്യൻ. ഒരാളുടെ പ്രാർത്ഥന ഇങ്ങനെ ചുണ്ടുമാത്രം അനങ്ങിയപ്പോൾ ഒരാൾ ചോദിച്ചു, എന്തിനാ നീ വിഷമിക്കുന്നേ? ഹന്നയുടെ പ്രാർത്ഥന കേട്ടിട്ട് ഏലിപ്പുരോഹിതന്റെ ചോദ്യമായിരുന്നു. സൂക്ഷിച്ചു നോക്കിയിട്ട് ചോദിച്ചു, എന്തിനാ നീ കരയുന്നേ? എന്താ നിന്റെ വിഷമം? പൈസലോ അയാള് മറ്റെന്തൊക്കെയോ പറഞ്ഞെങ്കിലും ഹന്ന പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരുന്നു, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീയാണ്, ഞാൻ എന്റെ സങ്കടങ്ങൾ ദൈവത്തോട് ഇങ്ങനെ ചുണ്ടനങ്ങിയതല്ലാതെ ശബ്ദം പുറത്തു വന്നില്ല. അത് അയാൾ ശ്രദ്ധിച്ചു, ഏലിപ്പുരോഹിതൻ ശ്രദ്ധിച്ചു. പക്ഷെ ഞാൻ ആ ഭാഗം പഠിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം, അലയത്തിനകത്ത് വന്നിട്ട് ഇങ്ങനെ വേദനകളെല്ലാം ഇങ്ങനെ ചുണ്ടുമാത്രം അനക്ക് സ്പെൻഡ് ചെയ്തിട്ട് പോയ ഹന്നായെ കുറിച്ച് പിന്നെയുള്ള ബൈബിൾ എക്സ്പ്ലനേഷൻ അവിടെ മുഖം പാടിയില്ല. പിന്നെ അവിടെ മുഖം പാടിയില്ല. ഒരിക്കലും ഇങ്ങനെ പാടി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു, കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. വലിയ ശബ്ദകോലാഹലങ്ങളില്ലാതെ, വലിയ ആഡംബരമില്ലാതെ ഒരു മൂലയിൽ വന്നിരുന്നിട്ട് പതുക്കെ പതുക്കെ ചുണ്ടുകൾ ഇങ്ങനെ അനക്കി വേദനകൾ മാത്രം ഇങ്ങനെ പറഞ്ഞ്, ആവശ്യം മാത്രം ഇങ്ങനെ പറഞ്ഞപ്പോ ആൾക്കാർ അല്ലെങ്കിൽ പലരും തെറ്റിദ്ധരിച്ചെങ്കിൽ പോലും അവിടെ വായിക്കുന്ന വാക്യത്തിന്റെ അവസാനം ഇങ്ങനെ, പിന്നെ അവിടെ മുഖം പാടിയില്ല, പിന്നെ പാടിയിട്ടില്ല. എന്താണോ ആവശ്യമായിരുന്നത് അത് പറഞ്ഞു, പിന്നെ മുഖം പാടാൻ ദൈവം സമ്മതിച്ചില്ല. അതാണ് ആലയത്തിന്റെ പ്രത്യേകത. ഇവിടെ ഒരു മേലധികാരി ഉണ്ട്, അഥവാ നേതൃത്വമുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. നേതൃത്വമുള്ള വയൽ. എങ്ങനെയും പോകുന്ന സ്ഥലമല്ല, പിന്നെ ഇതിനെല്ലാം ഒരു നേതൃത്വമുള്ള സ്ഥലം. ഇനി 2 വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. അതിന്റെ 5ാമത്തെ ചിന്ത കൂടെ പറഞ്ഞോട്ടെ. അവിടെ 5ാമത്തെ ചിന്ത പറയുമ്പോൾ ഇങ്ങനെയാണ്, 8ാമത്തെ വാക്യം, ബാല്യക്കാരത്തികളോട് ചേർന്നുകൊള്ളുക. മീൻസ് ഈ വയലിന്റെ പ്രത്യേകത സൗഹൃദം സൂക്ഷിക്കാൻ ഉള്ള കൂട്ടുകാർ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അവിടെ ഉണ്ട്. അതിനാൽ ഇങ്ങനെ പറയുന്നു, സൗഹൃദം ഉള്ള വയൽ. വൺമാൻ ഷോ ആയിട്ട് പോകണ്ട. പിന്നെ ഇങ്ങോട്ട് വന്നാൽ നീയുമായിട്ട് ബന്ധം കീപ്പ് ചെയ്യാനും സൂക്ഷിപ്പാനും ഒക്കെയുള്ള സൗഹൃദങ്ങൾ സൂക്ഷിപ്പാനുള്ള സ്ഥലം. എന്തോ ഒരു അസാധാരണമായ സ്ഥലമാണാലും എത്ര പേർ അതിനെ ആ തലത്തിൽ മനസ്സിലാക്കുന്നുണ്ട് എന്നെനിക്ക് അറിയത്തില്ല. നേതൃത്വമുള്ള വയലാണ്, ഉടമസ്ഥനുള്ള വയലാണ്, സംരക്ഷണമുള്ള വയലാണ്, സൗഹൃദം ഉള്ള വയലാണ്, മേലധികാരികൾ ഉള്ള വയലാണ്, സമൃദ്ധമായതാണ് ആലയം. സമൃദ്ധിയുള്ള സ്ഥലമാണ്. മറ്റൊരിടത്ത് പോയി നിന്റെ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ട വരത്തിൽ 1000 വിഷയങ്ങൾ മറുപടി കണ്ടെത്തിയത് ദൈവാലയത്തിലാണെങ്കിൽ നിന്റെ പ്രശ്നത്തിന് ഇതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ട്, നിന്റെ വിഷയത്തിന് ഇതിനകത്തൊരു പരിഹാരമുണ്ട്. ഇവിടെ വിട്ട് മറ്റൊരിടത്തോട് പോയി ഒരു ആവശ്യം അന്വേഷിക്കുക, അല്ലെ ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ എത്ര തീവ്രമാണെങ്കിലും ആ പ്രശ്നങ്ങൾക്ക് എല്ലാം തന്നെ മറുപടി ഉള്ള സ്ഥലമാണ് ഈ ആലയം. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഇനി മാത്രമല്ല, താഴോട്ട് വരുമ്പോൾ അതിന്റെ 13ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അതിന് അവൾ യജമാനനെ, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തയെ പോലല്ല എന്നു വരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യുന്നല്ലോ എന്ന് പറഞ്ഞാൽ, ഇതിന്റെ മറ്റൊരു പ്രത്യേകത, സംരക്ഷണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റൊരു പ്രത്യേകത, ഇതിനകത്തൊരു ആശ്വാസമുണ്ട്. യജമാനനെ, നീ എന്നെ ആശ്വസിപ്പിക്കുകയും എന്നോട് ദയ കാണിക്കുകയും ചെയ്തല്ലോ. അതാണ് ആലയത്തിന്റെ മറ്റൊരു പ്രത്യേകത. ആശ്വാസമുള്ള സ്ഥലം, ആശ്വാസമുള്ള സ്ഥലം. നീ എന്നെ ആശ്വസിപ്പിച്ചല്ലോ, നീ എനിക്ക് സമാധാനം നൽകിയല്ലോ. എത്ര കലുഷിതമായ സാഹചര്യത്തിൽ അമ്മായിമ്മയുടെ കൂടെ മോബാവ് പട്ടണം വിട്ട് ബേത്ലഹേമിൽ വന്നവൾ കാലാപറക്കാൻ ചെല്ലുക. ഒരു ദിവസം കാലാപറയ്ക്ക് വരുമ്പോൾ കിട്ടും അരനാഴിയോ 3/4 നാഴിയോ കിട്ടുമായിരിക്കും. അമ്മ ചോദിച്ചു, എന്തോ കിട്ടുന്നു? ഇത്രയും കിട്ടി, ഓക്കെ, സന്തോഷം. ആകുലതകൾ മനസ്സിലാക്കണം. പരിചയമില്ലാത്തൊരു സ്ഥലത്തിൽ പരിചയമില്ലാത്തൊരു തന്റെ വയലിൽ കാലാപറക്കാൻ ഇറങ്ങിച്ചില്ലെന്ന സ്ത്രീയോട് ഒരുപക്ഷെ ഏത് തരത്തിലും ഇടപെടാൻ പറ്റും. എന്നാൽ യജമാനൻ വന്നിട്ട് സംസാരിച്ചപ്പോൾ അവൾ പറയാണ്, എന്റെ മനസ്സിൽ ഒരാശ്വാസം ലഭ്യമാകത്തക്ക നിലയിൽ നീ എന്നോട് സംസാരിച്ചല്ലോ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കുറുവലായിട്ട് ഇടപെടാതെ എനിക്കൊരു ആശ്വാസം പകർന്നല്ലോ. ഇന്ന് പകലിൽ ആശ്വാസം ലഭ്യമാകുന്ന, സംരക്ഷണം ലഭ്യമാകുന്ന, സമൃദ്ധി ലഭ്യമാകുന്ന, കാവൽക്കാരുള്ള, സൗഹൃദങ്ങളുള്ള, ഉടമസ്ഥനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് ആലയം. അതുകൊണ്ടാണ് കോരവോത്തന്മാർ പറയുന്നത്,
സന്തോഷമായിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഈ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചർച്ച ചെയ്യുമ്പോൾ. ഒരു പക്ഷെ നമുക്കിതൊക്കെ പരിചയപ്പെട്ട വീടുകളൊക്കെ ആയിരിക്കാം. എന്നാൽ പോലും നിങ്ങൾക്ക് അറിയാം, ചില സമയങ്ങളിൽ ചില വാക്കുകൾ, ചില ചിന്തകൾ നമ്മുടെ അകത്തൊരു സമാധാനം പകരും, നമ്മുടെ അകത്തൊരു ആശ്വാസം പകരും, നമ്മുടെ അകത്തൊരു സന്തോഷം പകരും. അങ്ങനത്തെ ഒരു സന്തോഷം ഇന്ന് രാവിലെ ഞാൻ ഈ കാര്യം ചർച്ച ചെയ്യുമ്പോൾ എന്റെ അകത്ത് സംഭവിക്കുന്നു. കാരണം ഇത്രയും ശ്രേഷ്ഠമായ ഒരിടത്താണല്ലോ എന്റെ പ്രസൻസ്, എന്റെ സാന്നിധ്യമുള്ളത്. ഇത്രയും ശ്രേഷ്ഠമായ ഒരു സ്ഥലത്താണല്ലോ ഞാൻ വസിച്ചുകൊണ്ടെന്ന് ഇരിക്കുന്നത്. പിന്നെ എന്തിന് ഭാരപ്പെടണം, എന്തിന് ഞാൻ വ്യാകുലപ്പെടണം, എന്തിന് ഞാൻ നിരാശപ്പെടണം, എന്തിന് ഞാൻ ടെൻഷൻ അടിക്കണം, എന്തിന് ഞാൻ അനാവശ്യമായി ഭാരം ചുമക്കണം? കാരണം ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന ഒരു നല്ല സ്ഥലത്തിലാണല്ലോ ഞാൻ പാർക്കുന്നത്, നല്ല സ്ഥലത്താണല്ലോ ഞാൻ ഇരിക്കുന്നത്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. നീ എന്നെ ആശ്വസിപ്പിച്ചല്ലോ, എനിക്ക് സമാധാനം തന്നല്ലോ. അപ്പൊ ആശ്വാസമുള്ള സ്ഥലം. ആകുലതകൾ വേണ്ട, ഭാരങ്ങൾ വേണ്ട, നിരാശപ്പെടുകയും വേണ്ട. രക്തപാലിച്ചയം ഇത് ആശ്വാസമുള്ള സ്ഥലമാണ് ദൈവത്തിന്റെ ആലയം. ഞാൻ ഏതാണ്ട് 5-6 കൂട്ടം കാര്യം പറഞ്ഞെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഉടമസ്ഥനുള്ള വയൽ, ബാല്യക്കാരന് സംരക്ഷണമുള്ള വയൽ, സമൃദ്ധിയുള്ള വയലാണ്. 4-ാമത്തെ പ്രത്യേകത, ഭൃത്യന്മാർ, മേലാളികൾ, നേതൃത്വം ഉള്ള വയലാണ്, സൗഹൃദം ഉള്ള വയലാണ്. ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം. അടുത്തത് ആശ്വാസമുള്ള വയലാണ് ഞാൻ പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞിട്ട് അവിടുന്ന് വേഗത്തിൽ സ്കിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനോട് പറഞ്ഞ സമയം അപ്പോൾ തീരും. 12-ാമത്തെ വാക്യം വായിക്കും. നിന്റെ പ്രവർത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്നവർക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തെളിമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. മീൻസ് അതിന്റെ ലാസ്റ്റത്തെ ഇതായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിന്റെ പ്രത്യേകത പ്രതിഫലമുള്ള വയലാണ്. ചെയ്യുന്ന പ്രവർത്തനത്തിന് തത്തുല്യമായി പ്രതിഫലം ലഭ്യമാകുന്ന ഒരു വയൽ കൂടെയാണ് ദൈവത്തിന്റെ ആലയം. പ്രൈസ് ദി ലോർഡ്. സംരക്ഷണവും സമൃദ്ധിയും ആശ്വാസവും മാത്രമല്ല, പിന്നെ ചെയ്യുന്ന പ്രവർത്തനത്തിന് തത്തുല്യമായ പ്രതിഫലവും നൽകി തരുന്ന ഒരു നല്ല ദൈവം നമുക്ക് വേണ്ടിയുണ്ട്, ആലയത്തിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, ദൈവാലയത്തിലേക്ക് നമുക്കൊന്ന് ചേർന്ന് വരാം. ദൈവാസന്നിധിയിലേക്ക് നമുക്കൊന്ന് അടുത്തു വരാം. കൊലകുത്തന്മാർ പറയുന്നത് പോലെ നിന്റെ അടുക്കിലേക്കൊന്ന് ചേർന്ന് വരാൻ എന്റെ ഉള്ളം വാഞ്ചിക്കുന്നു. ഏറ്റവും ബലഹീനമായ വ്യക്തി പോലും ഒരു സ്പേസ് അവിടുത്തെ സന്നിധിയിലുണ്ട്. കുരുകിലിനും ഒരു വീടും, മീവൽ പക്ഷിയുടെ കുഞ്ഞുങ്ങൾക്ക് പോലും തുറന്നിട്ടില്ലാത്ത, കണ്ണു തുറന്നിട്ടില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഒരു കൂടും നിന്റെ യാഗപീഠത്തിലുണ്ട്. സ്തോത്രം. ഏറ്റവും ചെറിയവയ്ക്ക് പോലും, ഏറ്റവും നിസാരമായവ എന്ന് ചിന്തിക്കുന്നവയ്ക്ക് പോലും അങ്ങനെ സന്നിധിയിൽ ഒരു പ്രാധാന്യമുണ്ട്, അങ്ങനെ സന്നിധിയിൽ സ്പേസ് ഉണ്ട്, അവർക്ക് ഒരു കരുതൽ അങ്ങനെ പക്കലുണ്ട്. അതുകൊണ്ട് ഈ ആലയത്തിലേക്ക് വരാൻ ഞങ്ങൾ ചോദിക്കുകയാണ്. കണ്ണുനീരിനെ ജലതടാകമാക്കി മാറ്റുന്ന അത്ഭുത പ്രതിഭാസമായി മാറുന്ന ഈ ആലയത്തിന്റെ ഉള്ളിലേക്കൊന്ന് പ്രവേശിപ്പാൻ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ അതിലേക്കൊന്ന് ചേർക്കണമേ എന്ന് പകൽ പ്രാർത്ഥിക്കുന്നു. എത്ര ദൈവമക്കളുണ്ട്? ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അടച്ച് നമ്മളെ കേൾപ്പിച്ച ഈ ലളിതമായ പ്രസംഗത്തിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആലയത്തിന്റെ മനോഹാരിത ദൈവസാന്നിധ്യമുണ്ട് എന്നതുകൊണ്ടാണ്. ഉടമസ്ഥൻ ഉള്ള വയൽ, സംരക്ഷണം ഉള്ള വയൽ. ബാല്യക്കാർ നിന്നെ തൊടരുതെന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇല്ല, നിന്നെ തൊടാൻ പാടില്ല, നിന്നെ തകർക്കാൻ പാടില്ല, നിന്റെ കുടുംബത്തെ മുടിക്കാൻ പാടില്ല, നിന്നെ തൊട്ടു പോകരുതെന്ന് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എന്നെയാണെങ്കിൽ എന്റെ ശിഷ്യന്മാർ പോയിക്കോട്ടെ, അവനെ പിടിക്കരുത്, അവന് പോട്ടെ എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ സംരക്ഷിച്ചതുപോലെ അനുദിന യാത്രയിൽ നമ്മളെ സംരക്ഷിക്കുന്ന, പരിപാലിക്കുന്ന ദൈവമുണ്ട്. സമൃദ്ധിയുള്ള സ്ഥലമാണ്. നിന്റെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ, നിന്റെ ഭാരങ്ങൾ എന്തുമാകട്ടെ, നിന്റെ വിഷയങ്ങൾ എന്തുമാകട്ടെ, ആ വിഷയങ്ങൾക്കെല്ലാം സൊല്യൂഷൻ ഉള്ള സമൃദ്ധമായ വയൽ, സൗഹൃദങ്ങൾ ഉള്ള വയൽ, ആശ്വാസം ഉള്ള വയൽ, പ്രതിഫലം ലഭ്യമാകുന്ന സ്ഥലമാണ് ദൈവത്തിന്റെ ആലയം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് പറയാം, മാന്യത്തോളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലാനിടയാകും. ഞാൻ ആ ദൈവ സാന്നിധ്യത്തിന്റെ മറവിൽ ഒന്ന് കിടപ്പാൻ. ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്തെ കാണുവാൻ, അവന്റെ മന്ദിരത്തിൽ ഒന്ന് ധ്യാനിപ്പാനും, എന്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ ചെന്ന് പാർക്കേണ്ടതിന്. 80 വയസ്സിന് മേളിലുള്ള ഹന്ന
ആലയം വിട്ട് പിരിയാതെ പാർക്കുന്ന ശിമയോനെ പോലെ ദിവസങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ അകത്തൊന്ന് നമ്മുടെ സമയം സ്പെൻഡ് ചെയ്യുവാൻ, കൂടെ ഒന്ന് വസിക്കാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു. രാവിലെ നൽകിയ എല്ലാ ഈ കൊച്ചു കൂട്ടായ്മയ്ക്ക് നന്ദി. ഒരു കൊച്ചു മെസ്സേജ് പറയാൻ ചില മാസങ്ങൾക്ക് ശേഷം കർത്താവ് ഒരുക്കിയ സാഹചര്യത്തിലും സ്തോത്രം. DPM മിനിസ്ട്രിയെയും വർഗീസ് ബേബി പാസ്റ്ററെയും ജോഷുവ ജോൺ പാസ്റ്ററെയും മറ്റു ദേവദാസന്മാരെയൊക്കെ ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്തു. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലോ, അതിനായി സ്തോത്രം സ്തോത്രം. ലോകരാജ്യങ്ങളുടെ റിവൈവലിനായി ഞങ്ങളും പ്രാർത്ഥിച്ചു വരുന്നു. ദൈവത്തിന്റെ കൃപ വെളിപ്പെടുത്തണം. നൽകപ്പെട്ട നല്ല സമയത്തിന് നന്ദി. യേശുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു സോ